നിന്നോടൻ പ്രണയം ഭാഗം 2. ഹൗ ഡെയർ യു! അവൾ അയാളോട് അലറിക്കൊണ്ട് അയാൾക്ക് നേരെ കൈ ഉയർത്തി. പക്ഷെ അയാൾ അവളുടെ കൈയിനെ ലോക്ക് ചെയ്തു പിടിച്ച് അവളുടെ മാറിടത്തിൽ പതിയെ തലോടി. അവൾ ഞെട്ടിപ്പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വിടടാ! അവൾ അലറി. പക്ഷെ അവൻ അവളുടെ മാറിടത്തിൽ കൈയമർത്താൻ ഉദ്ദേശിച്ചാണ്. അവന്റെ കൈകൾ അവിടെ മുറുകുമെന്ന് കണ്ട നിമിഷം ചന്ദന കണ്ണുകൾ ഇറുകെ പൂട്ടി. പക്ഷെ അല്പനേരം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. മാറിടത്തിലും വയറിലും ഇരിക്കുന്ന അവന്റെ കൈകളും അകന്നിരിക്കുന്നു. പെട്ടെന്ന് അവിടെ ഗ്ലാസ് ഡോറുകൾ പൊട്ടുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു. ഗ്ലാസ് ഡോർ ചിന്നിച്ചിതറിക്കൊണ്ട് നിലത്ത് കിടക്കുന്ന ആളെ കണ്ട് അവളുടെ കണ്ണു മിഴിഞ്ഞു. അവളുടെ ശരീരത്തിൽ നേരത്തെ തൊട്ട പയ്യനായിരുന്നു അത്. അവനെ അടിച്ചത് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ തിരിഞ്ഞു നോക്കിയ ചന്ദനയ്ക്ക് തന്റെ മിഴികളെ വിശ്വസിക്കാനായില്ല. അരുൺ! അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു. പക്ഷെ അരുണിന്റെ നോട്ടം അയാളിൽ മാത്രമായിരുന്നു. ഇനി പെൺകുട്ടികൾക്ക് നേരെങ്ങാൻ ഇതുപോലെ വൃത്തികെട്ട രീതിയിൽ നിന്റെ കൈ ഉയർന്ന പിന്നെ നിനക്ക് ആ കൈ ഉണ്ടാവില്ല, കേട്ടോടാ പന്നം! അരുൺ പല്ലുകടിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ പേടിയോടെ അവന് നേരെ തൊഴുതു. സോറി, ഇനി ഇനി ചെയ്യില്ല, സോറി. അവൻ അവൾക്ക് നേർക്കും അരുണിന് നേർക്കും കൈകൂപ്പി. അരുൺ അത് കണ്ട് ചുണ്ടുകോട്ടി തിരിഞ്ഞു നടന്നു. ചന്ദനയ്ക്ക് അരുണിന്റെ പെർഫോമൻസ് ശരിക്കും ഇഷ്ടപ്പെട്ടിരുന്നു. ഏതൊരാൾ മോഹിച്ചു പോവും ഇതുപോലൊരു പുരുഷന്, അവൾ മനസ്സിൽ ചിന്തിച്ചു. അവൾ പെട്ടെന്ന് അവന്റെ മുന്നിൽ പോയി നിന്നു. അരുൺ അവളുടെ മുഖത്തേക്ക് ഗൗരവത്തോടെ നോക്കി. അരുൺ, താങ്ക് യു സോ ആ അവൾ പറഞ്ഞു മുഴുവനാക്കും മുന്നേ അരുണിന്റെ കൈകൾ അവളുടെ കവിളിൽ ഉയർന്നു താഴ്ന്നിരുന്നു. അവള് പകപ്പോടെ അവനെ നോക്കി. യു! അവൾ ദേഷ്യത്തോടെ അവന് നേരെ വിരല് ചൂണ്ടി. ഹ, അടങ്ങടി! അവൻ പറഞ്ഞു. അവൾ അവനെ തന്നെ ഉറ്റുനോക്കി. നീ ആരാന്നടി നിന്റെ വിചാരം? ഭൂലോക രംഭയാണെന്നോ? അവളുടെ ഓരോ പട്ടിഷോ! അവൻ പുച്ഛത്തോടെ പറഞ്ഞു. അരുൺ! അവൾ അവനെ ദേഷ്യത്തോടെ വിളിച്ചു. ചി, മിണ്ടരുത് നീ! അവൻ അവൾക്ക് നേരെ വിരല് ചൂണ്ടി. അവൾ അവനെ പേടിയോടെ നോക്കി. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക, പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഒരു ശ്രദ്ധയൊക്കെ ആവാ. ബോധമില്ലാതെ നടക്കുന്ന ജന്തുക്കളാ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇനിയും നിനക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നേക്കാം. അപ്പോഴൊക്കെ ഇതുപോലെ രക്ഷിക്കാൻ എന്നെപ്പോലുള്ള വേറെ ആളുകൾ കാണണമെന്നില്ല. പുച്ഛത്തോടെ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ കാറിനടുത്തേക്ക് നടന്നു. അവൻ തല്ലിയ കവിളിൽ പതിയെ തലോടി. നീ ആരെ തല്ലിയെന്ന് നിനക്ക് അറിയില്ലേ അരുൺ? ചന്ദനയാ ഞാൻ. ഇനി ചന്ദനയുടെ വാശി നീയാ. നിന്നെ നേടുക എന്നതാ എൻ്റെ ലക്ഷ്യം. അവൻ പോകുന്നു നോക്കിക്കൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു. നീ എന്നെ രക്ഷിച്ചേനെ ഒരു താങ്ക്സ് പറയാന്ന് വെച്ചപ്പോ നീ എന്നെ അടിച്ചൂലേ? എന്നെ അടിച്ച അതേ കൈകൊണ്ട് നീ എന്നെ തലോടു അരുൺ. തലോടിപ്പിക്കൂ ചന്ദന, എന്നെ അടിച്ചതിനുള്ള പ്രതികാരം. അവള് വാശിയോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കാറിനടുത്തേക്ക് പോയി. അവനടുത്തേക്ക് എത്താനായതും അവൾ മുഖം താഴ്ത്തിപ്പിടിച്ച് കാറിലേക്ക് കയറി. മിററിലൂടെ അവളെ നോക്കി അരുൺ കണ്ടു അവളുടെ കവിളിൽ പതിഞ്ഞു കിടക്കുന്ന തന്റെ കൈവിരലുകളെ. അവന് നെഞ്ചിലൊരു ഭാരം തോന്നി. ആദ്യമായിട്ടൊരു പെൺകുട്ടിയെ ഇങ്ങനെ കൈനീട്ടി അടിക്കുന്നേ, അതും തനിക്ക് അന്നം തരുന്ന ആളുടെ മകളെ. അവന്റെ നെഞ്ചിൽ സങ്കടം നിറഞ്ഞു. സോറി മാഡം, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അറിയാതെ അടിച്ചതാ. മാഡം എന്നോട് ക്ഷമിക്കണം. അവൻ അവളോട് ആത്മാർത്ഥമായി ക്ഷമ ചോദിച്ചു. സാരല്ല, അവൾ കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. അവന് കുറ്റബോധം തോന്നി. അവളെ വീട്ടിൽ കൊണ്ടുചെന്നാക്കി അവൻ തിരികെ മടങ്ങുമ്പോൾ അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവനെ തന്നെ നോക്കിക്കൊണ്ട് അവൾ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. മാഡം, സാറിനോട് ഞാനടിച്ചത്. അവനെന്തോ പറയാൻ ശ്രമിച്ചു. അടിച്ചത് പറയരുതെന്നല്ലേ? പറയില്ല. പക്ഷെ അങ്ങോട്ടൊരു ഉപകാരം ചെയ്യുമ്പോൾ അരുൺ എനിക്ക് ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്തു തരേണ്ടി വരും. അവൾ നെഞ്ചിൽ കൈകെട്ടി നിന്നുകൊണ്ട് പറഞ്ഞു. എന്താ മാഡം? അവനിൽ സംശയം. കാര്യം സിമ്പിളാ. അരുൺ, ഇനി മുതൽ എന്നെ മാഡം എന്ന് വിളിക്കരുത്, ചന്ദനാന്ന് വിളിക്കാം. അവൾ വശ്യമായ പുഞ്ചിരിയോടെ അവനോട് പറഞ്ഞു. അവളുടെ നോട്ടവും ആ പുഞ്ചിരിയും കണ്ട് അരുണിന് ദേഷ്യം തോന്നിയെങ്കിലും അവൻ അവളെ നോക്കി വെറുതെ തലകുലുക്കി തിരിഞ്ഞു നടന്നു. അവൻ പോകുന്നു നോക്കി അവൾ അവിടെ തന്നെ നിന്നു. ഓഫീസിൽ പോകുമ്പോഴും അത് കഴിഞ്ഞ് കോഫി കുടിക്കാൻ പോലും അവൾ അവനെ ഒപ്പം കൂട്ടാൻ തുടങ്ങി. അവൻ താല്പര്യത്തോടെ അല്ലെങ്കിലും അവൾക്കൊപ്പം എതിർപ്പൊന്നും പറയാതെ ചെന്നിരിക്കും. അങ്ങനെ അവൾ അവനോട് ഒരുപാട് സംസാരിച്ചു. ഇപ്പോൾ അവൻ അവളെ ചന്ദന വിളിക്കുന്നത്. ആദ്യമൊക്കെ അവന് അവളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയിരുന്നെങ്കിലും പതിയെ അവനും അവളോട് സംസാരിക്കാൻ തുടങ്ങി. അവനിപ്പോൾ നോർമൽ ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. അവൾ തന്നെയായിരുന്നു അവനോട് ഇനിയും യൂണിഫോം ഇട്ട് വരേണ്ടെന്ന് പറഞ്ഞത്. അവൻ MBA വരെ പഠിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൾക്കതൊരു അത്ഭുതം തന്നെയായിരുന്നു. അത്രയും പഠിച്ചിട്ടും അവൻ എന്തുകൊണ്ടാണ് ഇതുപോലൊരു ജോലി തിരഞ്ഞെടുത്തതെന്ന് അവൾ അവനോട് തന്നെ ചോദിച്ചു. അതിന് ഒരു വാടിയ പുഞ്ചിരിയായിരുന്നു അവന്റെ ആദ്യത്തെ മറുപടി. പിന്നെ ഒരുപാട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നടോ. പക്ഷെ അപ്പോഴേക്കും അച്ഛൻ പോയില്ലേ? ഈ ക്വാളിഫിക്കേഷൻ കൊണ്ട് ഒരുപാട് സ്ഥലത്ത് ജോലി നോക്കി, എവിടെയും കിട്ടിയില്ല. അങ്ങനെ കിട്ടുന്ന ജോലിക്കൊക്കെ പോവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാ ഒരു ദിവസം തൻ്റെ അച്ഛനെ കണ്ടേ. ട്രിവാൻഡ്രത്ത് നിങ്ങൾക്ക് പുതിയൊരു ബിൽഡിംഗ് ഇല്ലേ? അതിൻ്റെ പണി നടക്കുമ്പോൾ അവിടെ ജോലിക്കാരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ചേട്ടൻ പറഞ്ഞറിഞ്ഞിട്ടാ ശ്രീനിവാസ് സാർ എനിക്ക് ഇങ്ങനൊരു ജോലി തന്നെ. അവൻ പുഞ്ചിരിയോടെ അവളോട് മറുപടി പറഞ്ഞു. അവൾ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നീട് അവൾ ഒരിക്കൽ പോലും പബ്ബിൽ പോയിട്ടില്ല. പക്ഷേ അവനെ കൊണ്ട് തന്നെ പ്രണയിപ്പിക്കണം
എന്നിട്ട് അവസാനം അവൻ തന്നെ സ്നേഹിക്കുമ്പോൾ അവനോട് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് അവനെ പുച്ഛത്തോടെ നോക്കി ഉപേക്ഷിച്ചു പോവാൻ പ്ലാനിട്ടിരുന്നവൾ എപ്പോഴും അവനെ ആത്മാർത്ഥമായി പ്രണയിച്ചു തുടങ്ങിയിരുന്നു. എല്ലായ്പ്പോഴും അവന്റെ ചിന്ത മാത്രം. അവന്റെ വായിന്ന് ഓരോ തവണ അവളുടെ പേര് കേൾക്കുമ്പോഴും അവൾക്ക് അത്രത്തോളം സന്തോഷം തോന്നാൻ തുടങ്ങിയിരുന്നു. അവനെ തന്റെ ഡ്രൈവറാക്കി നിയമിച്ച അച്ഛനോട് അവൾക്ക് ആദ്യമായി നന്ദി പറയാൻ ആഗ്രഹം തോന്നി. അവന്റെ അമ്മയും അനിയത്തിയും കാണാൻ. കുഞ്ഞു വീടാണെങ്കിലും ആ വീട്ടിലെ ഒരു അംഗമാവാൻ അവൾ അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു. ഒരിക്കൽ അവന്റെ വായിന്ന് അവൾ അറിഞ്ഞു അവനൊരു മുറപ്പെണ്ണുണ്ടെന്ന കാര്യം. ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് അവളുടെ മുഖമാണെന്ന് അവൻ ഒരിക്കൽ പുഞ്ചിരിയോട് അവളോട് പറഞ്ഞു. ചന്ദന തകർന്നു പോയിരുന്നു. ഇത്രയും ദിവസമായിട്ടും തന്റെ പെരുമാറ്റത്തിൽ നിന്ന് ഒരിക്കൽ പോലും അവന് തന്റെ പ്രണയം മനസ്സിലായില്ല എന്നോർക്കവേ അവൾക്കുള്ളിൽ വല്ലാത്ത വേദന തോന്നി. ഇനിയും തന്റെ പ്രണയം മൂടിവെച്ചാൽ ഒരുപക്ഷെ അവനെ നഷ്ടപ്പെട്ടാലോ എന്ന ഭയം അവളിൽ ഉടലെടുത്തു. ആർക്കും വിട്ടുകൊടുക്കാനാവില്ല, എനിക്ക് സ്നേഹിച്ചു പോയി ഞാൻ, അവള് സ്വയം പുലമ്പി. പിറ്റേന്ന് രാവിലെ തന്നെ അരുൺ അവരുടെ മാൻഷനിലേക്ക് എത്തി. അവൾ ഒരു മെറൂൺ കളർ നീ ലെങ്ത് ടോപ്പ് ഇട്ട് അവന് മുന്നിൽ വന്നു നിന്നു. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. പോവാൻ ചന്ദന, അവൻ ചോദിച്ചു. അവൾ പുഞ്ചിരിയോടെ തല ഉലുക്കി. അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയപ്പോൾ ഇത്തവണ അവൾ അവന്റെ കൂടെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്കാണ് കയറിയിരുന്നത്. അവനൊന്ന് പകച്ചുപോയി. കാരണം അവൾ ആദ്യമായിട്ടായിരുന്നു അവന്റെ കൂടെ ഫ്രണ്ടിലിരിക്കുന്നത്. അവൻ അവളെ നോക്കിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അരുൺ, ഞാനിന്ന് ഓഫീസിലേക്ക് പോകുന്നില്ല, നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ? അവൾ കണ്ണുവിടർത്തിക്കൊണ്ട് അവനോട് ചോദിച്ചു. ഈ നേരത്തോ? അവനിൽ സംശയം. ആ, ഈ നേരത്തിന് എന്താ കുഴപ്പം? എനിക്കിപ്പം തന്നെ ബീച്ചിൽ പോവണം, അവൾ വാശിയോടെ എന്നാൽ ഉള്ളിലൊളിപ്പിച്ച കുറുമ്പോടെ പറഞ്ഞു. പക്ഷെ അവളുടെ സംസാരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വാശി മാത്രമേ അരുൺ കണ്ടിരുന്നുള്ളൂ. അവൻ അവളിൽ ഇഷ്ടമില്ലാത്ത സ്വഭാവവും അവളുടെ ഈ വാശി തന്നെയായിരുന്നു. അവൻ തലകുലുക്കി കാർ ബീച്ചിലേക്ക് വിട്ടു. ബീച്ചിൽ കുറേ നേരമായി തിരനോക്കി നിൽക്കുകയാണ് ചന്ദന. അവളുടെ മനസ്സിൽ മുഴുവൻ ആ നിമിഷം അരുൺ മാത്രമായിരുന്നു. അവനോട് തന്റെ പ്രണയം തുറന്നു പറയുമ്പോൾ എങ്ങനെയായിരിക്കും അവന്റെ റിയാക്ഷൻ എന്നോർത്ത് അവൾക്ക് ഭയം തോന്നി. എങ്കിലും പറയാതിരിക്കാനാവില്ല. അവൾ തന്റെ തൊട്ടപ്പുറത്തായി നിൽക്കുന്ന അരുണിനെ നോക്കി. അവളുടെ നോട്ടം കണ്ടതും അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്താടോ, ഈ തിരയണാനാണോ താൻ ഇങ്ങോട്ട് വന്നേ? അവൻ ചിരിയോടെ ചോദിച്ചു. പക്ഷെ അവളുടെ മുഖത്ത് അപ്പോഴേക്കും ഒരു പതർച്ച നിറഞ്ഞിരുന്നു. അരുണിന്റെ നെറ്റി ചുളിഞ്ഞു. എന്തു പറ്റിയടോ? അവൻ ചോദിച്ചു. അരുണിന് ഞങ്ങളുടെ കമ്പനിയിൽ ജോലിക്ക് കയറാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അപ്പോയിന്റ് ചെയ്യാം. അവൾ സംസാരത്തിന് തുടക്കമിട്ടു. അവന്റെ മുഖമൊന്നും വിടർന്നെങ്കിലും പെട്ടെന്ന് തന്നെ അത് മങ്ങിപ്പോയി. ഏയ് വേണ്ടടോ, എനിക്കിപ്പോ അങ്ങനത്തെ ജോലിയൊന്നും വേണമെന്നില്ല. അതുമല്ല, ഞാൻ തന്റെ ഡ്രൈവറായി നിന്നിട്ട് ഇനിയിപ്പോ കമ്പനി കയറാന്നൊക്കെ വെച്ചാ അത് മോശമല്ലേ? അവൻ വല്ലായ്മയോടെ ചോദിച്ചു. എന്തു മോശം? അരുൺ അതിനുള്ള കാലിബർ ഉള്ളതുകൊണ്ടാ ഞാൻ ഇയാളെ അങ്ങോട്ട് ക്ഷണിക്കുന്നേ. അതുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ ഓഫീസിലേക്ക് വന്നേക്കണം. ഞാൻ അച്ഛനോട് പറഞ്ഞോളാം, അവള് പുഞ്ചിരിയോടെ പറഞ്ഞു. അവൻ സന്തോഷത്തോടെ തല ഉലുക്കി. അവളുടെ മുഖവും ഇടർന്നു. എന്നാ പിന്നെ നമുക്കിനി പോയാലോ ചന്ദന, വെയില് കൂടി വരുന്നുണ്ട്. അവൻ പറഞ്ഞതും അവളൊന്നു മൂളി. അവൻ തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് അവൾ അവന്റെ കയ്യിൽ കയറിപ്പിടിച്ചു. അവൻ സംശയത്തോടെ അവളെ തിരിഞ്ഞു നോക്കി. എന്താ ചന്ദന? അവൻ ചോദിച്ചു. അവൾ അവനോട് അല്പം ചേർന്ന് നിന്നു. അവന്റെ നെറ്റി ചുളിഞ്ഞു. എന്താടോ? അവൻ വീണ്ടും ചോദിച്ചു. ഐ ലവ് യു അരുൺ, അവൾ ആർദ്രമായ സ്വരത്തിൽ അവനോട് പറഞ്ഞു. വാട്ട്? അവൻ ഞെട്ടലോടെ പകച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു. റിയലി അരുൺ, ഐ ലവ് യു. ഞാൻ നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്നു. നിന്റെ സ്നേഹം എനിക്ക് മാത്രമായിട്ട് കിട്ടാൻ കൊതി തോന്നുന്നു. നിന്നെ വിവാഹം കഴിക്കാൻ നിന്റെ മാത്രമായി ഒരു മനസ്സും ഒരു ശരീരമായിട്ട് കഴിയാൻ കൊതി തോന്നുന്നടാ. വിൽ യു മാരി മീ? അവൾ കണ്ണു നിറച്ചുകൊണ്ട് ചോദിച്ചു. അവൻ പകപ്പോടെ അവളെ ഉറ്റുനോക്കി നിന്നു. പെട്ടെന്ന് അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അവന്റെ മുഖത്തെ ഭാവം കണ്ട് അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. തുടരും.